ഷറഹ് മുസ്ലിമിൽ ഇമാം നവവി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെന്നറിയോ? കരച്ചിൽ അഭിനയിക്കുന്നത് എന്തിനാ? മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഇമാം നവവി തങ്ങൾ പറയാൻ, റസൂലുള്ളാഹി പറഞ്ഞതല്ലേ, ഒരാൾ ഒരു വിഭാഗത്തോട് സാദൃശ്യമായാൽ അവൻ അവരിൽ പെടുന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ശരിക്കും അള്ളാഹിനെ പേടിച്ചിട്ട് കരച്ചിൽ വരുന്നില്ലെങ്കിൽ ആ കരയുന്നവരോടാണ്ട് സാദൃശ്യമായാൽ ആ കൂട്ടത്തിൽപ്പെട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്കെത്താം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് മുഹറം 10 ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ദിക്റുകൾ ചൊല്ലാൻ പോവാൻ. അംബിയാഇൻ്റെ പ്രതിസന്ധികൾ അള്ളാഹു പരിഹരിച്ചു കൊടുത്ത ദിവസമാണ്. എന്തെല്ലാം പ്രതിസന്ധികൾ, അതൊക്കെ പല ക്ലാസ്സുകളിൽ കഴിഞ്ഞ ആഴ്ച മുമ്പത്തെ ആഴ്ചയൊക്കെ നമ്മൾ വിശദീകരിച്ചതുകൊണ്ട് ഇനിയും അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കണില്ല. പക്ഷെ ഒരു കാര്യം ചിന്തിക്കണം, എന്തിനാണ് അള്ളാഹു അമ്പിയാക്കൾ അങ്ങനെ പരീക്ഷിച്ചത്? എന്തിനായിരുന്നു ഈ പരീക്ഷണം? അതവരോട് വെറുപ്പുണ്ടായിട്ടല്ല. പരീക്ഷണം കൊണ്ട് മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന ചില ദറജകളുണ്ട്. ശ്രദ്ധിക്കണേ, അത് ഇബാദത്ത് കൊണ്ട് കിട്ടൂല, അത് പരീക്ഷണം കൊണ്ടേ കിട്ടുള്ളൂ. ആ ദറജയിലെത്തിക്കാനാണ് ചില പരീക്ഷണങ്ങൾ. സ്ഥിരമായിട്ട് ക്ലാസ്സിന് വന്നിട്ടും ചില രോഗങ്ങളും ചില വിഷമങ്ങളും വേട്ടയാടുന്നവരില്ലേ, നിങ്ങൾ ചിന്തിക്കണം, ഇബാദത്ത് കൊണ്ടും ദുആ കൊണ്ടും മാത്രം നേടിയെടുക്കാൻ കഴിയാത്ത ചില ദറജകളുണ്ട്. ലാ യബ്ലുഗുഹാ ഇല്ലാ ബിൽ ബലാ. അത് പരീക്ഷണം കൊണ്ടേ കിട്ടുള്ളൂ ട്ടോ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അമ്പിയാക്കൾ യഫ്റഹൂന ബിൽ ബലാഇ കമാ യഫ്റഹൂന ബിർറഹാ. നല്ല റാഹത്ത് കൊണ്ട് പരീക്ഷിക്കുമ്പോഴുള്ള ആ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അതേ അവസ്ഥയായിരിക്കും അമ്പിയാക്കൾക്ക് ബലാ കൊണ്ട് പരീക്ഷിക്കുമ്പോഴും. അതുകൊണ്ട് പരീക്ഷണത്തിലൊന്നും നമ്മൾ പതറിപ്പോകരുത്. അള്ളാഹു നല്ല ഈമാൻ നമുക്ക് തരട്ടെ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു നമുക്ക് ഖൈർ നൽകട്ടെ. ഇനി ആ മുഹറം 10 ആശൂറാഇൻ്റെ ദിവസത്തിൽ ചൊല്ലേണ്ട ദിക്ർ ചൊല്ലല്ലേ, ഞാൻ ചൊല്ലിത്തരാം. അക്ഷരശുദ്ധിയോടുകൂടെ ചൊല്ലണം. ഇവിടെ വന്ന ഒരാളും നിരാശരാകരുത്, ഇവിടെ വന്ന ഒരാൾക്കും നഷ്ടാവരുത്. എല്ലാ തരത്തിലുള്ള ആപത്തുകളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും രക്ഷ കിട്ടാൻ ഈ മുഹറം 10 ഹബീബായ നബിതങ്ങൾ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞ് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചെന്ന ചില ദിക്റുകളുണ്ട്. അതൊക്കെ ഞാൻ ചൊല്ലിത്തരാൻ പോവാണ്. പടച്ചോനെ റബ്ബേ, ഇതിനൊരു കബൂലിയത്ത് തരണേ അല്ലാ, ഇത് സ്വീകരിക്കണേ അല്ലാ. എല്ലാ ആഴ്ചയും ക്ലാസ്സിന് വരുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട് റബ്ബേ. സ്വർഗത്തിൽ ഉന്നത ദറജന്നെ കൊടുക്കണേ പടച്ചോനെ, വലിയ പദവി കൊടുക്കണേ റബ്ബേ. ദുനിയാവും ആഖിറവും റാഹത്താക്കണേ റബ്ബേ. അവരുടെ ഓരോ മിനിറ്റുകളും സെക്കൻഡുകളും ദുനിയാവിൽ ബറക്കത്തുണ്ടാവാനും ആഖിറത്തിൽ അങ്ങേയറ്റത്തെ വിജയത്തിനും നീ കാരണാക്കണേ റബ്ബേ. ഇങ്ങനെയൊക്കെ പങ്കെടുത്തിട്ട് ഉസ്താദെ മരിച്ചാലും തോരക്കനട്ടോ എന്ന് പറഞ്ഞവർ പലരും അതിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. അവരിതൊക്കെ അറിയും, അവരിതിൽ പ്രതീക്ഷ വെച്ചവരാ. അല്ലാഹുവേ, ഖബർ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ പടച്ചോനെ, ഖബർ റാഹത്താക്കണേ അല്ലാ. എല്ലാവരും മനസ്സറിഞ്ഞ് ചൊല്ലി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി ولا حول ولا قوة إلا بالله العلي العظيم. لا 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 حول ولا قوة إلا بالله العلي العظيم. അല്ലാഹുവേ, ദിക്റുല്ലാഹി കൊണ്ട് തുമഇനീനത്ത് കിട്ടും, മനസ്സിന് സമാധാനം കിട്ടും. ഞങ്ങൾക്ക് എല്ലാവർക്കും ആ സമാധാനം തരണേ അല്ലാ. ഞങ്ങളെ മനസ്സിനെ ടെൻഷനാക്കുന്ന കാര്യം എന്താണോ ആ ടെൻഷനുകൾ നീക്കണേ റബ്ബേ. ഒരു കാരണമില്ലാതെ ടെൻഷൻ അടിക്കുന്നവരുണ്ട്, യാ അല്ലാ നീ നീക്കണേ അല്ലാ.
മനസ്സിനെപ്പോഴും റാഹത്ത് നൽകണേ അല്ല, തടിക്കെപ്പോഴും ഉന്മേഷം നൽകണേ അല്ല. ഒരു മടിയന്മാരായി, മടുപ്പുള്ളവരായി, നന്മയോടൊന്നും താല്പര്യമില്ലാത്തവരായി ഞങ്ങളെയും കുടുംബത്തെയും മക്കളാരെയും നീ മാറ്റരുതേ അല്ല. ചൊല്ലിക്കോളു മുഅ്മിനെ അക്ഷരശുദ്ധിയോടുകൂടെ മനസ്സറിഞ്ഞ് അല്ലാഹുമ്മ യാ ഹയ്യു യാ ഖയ്യൂം അഹ്യി ഖൽബി യൗമ യമൂത്തുൽ ഖുലൂബ് വലാ തുസിഗ ഖൽബി യൗമ തസീഗുൽ ഖുലൂബ് യാ കാശിഫൽ ഖുറൂബ് യാ അവ്വലൽ അവ്വലീൻ വയാ ആഖിറൽ ആഖിരീൻ ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖത അവ്വല മാ ഖലഖത ഫീ ഹാദൽ യൗമി വതഖ്ലുഖു ആഖിറ മാ തഖ്ലുഖു ഫീ ഹാദൽ യൗമി അഅ്തിനി ഫീഹി ഖൈറ മാ ഔലൈത ഫീഹി അംബിയാഅക വഅസ്ഫിയാഅക മിൻ സവാബിൽ ബലായ വസ്ഹം മാ അഅ്തൈതഹും ഫീഹി മിനൽ കറാമ ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ജഅൽനി മിമ്മൻ ദആക ഫഅജബ്തഹു വആമന ബിക ഫഹദൈതഹു വറഗിബ ഇലൈക ഫഅഅ്തൈതഹു വതവക്കല അലൈക ഫകഫൈതഹു വഖതറബ മിൻക ഫഅദ്നൈതഹു. اللهم امدد بعيشي مدا واجعلني في قلوب المؤمنين ودا. اللهم إني أسألك الإيمان بك وأسألك الفضل من الرزق وأسألك حسن العافية في الدنيا والآخرة يا ذا الجلال والإكرام برحمتك يا أرحم الراحمين. ഇനി എല്ലാവരും ചൊല്ലിക്കോളൂ ഹസ്ബിയല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബിയല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബിയല്ലാഹു വനിഅമൽ വക്കീൽ ഹസ്ബിയല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബിയല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബിയല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബിയല്ലാഹു വനിഅമൽ വക്കീൽ حسبي الله ونعم الوكيل نعم المولى ونعم النصير. ചൊല്ലിക്കോളൂ സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹി മിൽഅൽ മീസാൻ വമുൻതഹൽ ഇൽമി ومبلغ الرضا وزنة العرش لا ملجأ ولا منجا من الله إلا إليه. سبحان الله عدد الشفع والوتر وعدد
കലിമാത്തില്ലാഹി താമ്മാതി കുല്ലിഹാ അസ്അലുക അസ്സലാമത കുല്ലഹാ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം വഹുവ ഹസ്ബി വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ ഖൈരി ഖൽഖിഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ കുല്ലമാ ദക്കറഹു الذاكرون وغفل عن ذكره الغافلون. ഒരു 3 ഖുൽ ഹുവല്ലാഹു അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇനി ചൊല്ലി ലാ ഇലാഹ ഇല്ലാ അൻത അൽ അലിയുൽ അലാ ലാ ഇലാഹ ഇല്ലാ അൻത റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ വമാ തഹ്തസ് സറാ اللهم ارزقني شهادة الحسنى وسعادة العقبى وخير الآخرة والأولى. أستغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والآثام. اللهم يا مفرج فرج اللهم يا مفرج فرج اللهم يا مفرج فرج اللهم يا مفرج كل كرب ويا مخرج ذي النون يوم عاشوراء ويا جامع شمل يعقوب يوم عاشوراء ويا غافر ذنب داود يوم عاشوراء ويا كاشف ضر أيوب يوم عاشوراء ويا سامع دعوة موسى وهارون يوم عاشوراء ويا خالق روح سيدنا محمد صلى الله عليه وسلم حبيبك ومصطفاك يوم عاشوراء ويا رحمن الدنيا والآخرة لا إله إلا أنت اقض حاجتي لا إله إلا أنت اقض حاجتي لا إله إلا أنت اقض حاجتي في الدنيا والآخرة وأطل عمري في طاعتك ومحبتك ورضاك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. اللهم أحيني حياة طيبة وتوفني على الإسلام والإيمان يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. وصلى الله تعالى على سيدنا محمد
വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു ഈ ദുആക്കൊരു പരിഗണന നൽകട്ടെ. ഈ ഒരു മജ്ലിസ് ദുനിയാവിലും ആഖിറത്തിലും ഒരു നല്ല ഖൈറിലേക്കുള്ള ഒരു ടേണിംഗ് പോയിൻ്റായി അള്ളാഹു മാറ്റട്ടെ. ഒരുമിച്ച് കൂടിയ ഓരോരുത്തരുടെയും തടിയ അള്ളാഹു നരകത്തിന് ഹറാമാക്കട്ടെ. ഓരോരുത്തർക്കും അള്ളാഹു കണക്കാക്കിയ എല്ലാ ബലാ മുസീബാത്തുകളും തട്ടി നീക്കട്ടെ. ഈ കണ്ണിൻ്റെ കാഴ്ച അള്ളാഹു മരണം വരെ ഖൈറായ നിലക്ക് നിലനിർത്തി തരട്ടെ. അതിനൊക്കെ മങ്ങലേറ്റ് തുടങ്ങുന്നവർക്ക് അള്ളാഹു അത് തെളിയിച്ച് റാഹത്തിലാക്കട്ടെ. കേൾവിശക്തി മരണം വരെ അള്ളാഹു നല്ല നിലക്ക് നിലനിർത്തി തരട്ടെ. ഉമ്മാൻ്റെ വയറ്റിന്ന് ഭൂമിയിലേക്ക് വരുമ്പോഴുള്ള ഓരോ അവയവങ്ങളുണ്ടല്ലോ, അതെന്തെങ്കിലും ആപത്തുകളോ രോഗങ്ങളോ ബാധിച്ച് മുറിച്ചു മാറ്റപ്പെടേണ്ട ഒരവസ്ഥ വരാതെ മരിച്ച് ഖബറിലേക്ക് പോകുമ്പോഴും എല്ലാം നല്ല നിലയിലായി പോകാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. റബ്ബേ നീ ഞങ്ങളെ കാക്കണേ അല്ലാ, റബ്ബേ നീ ഞങ്ങളെ പരിഗണിക്കണേ അല്ലാ, റബ്ബേ നിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം നൽകണേ അല്ലാ. റബ്ബേ ഈ കൽബിലേക്ക്, ഞങ്ങളെ കൽബിലേക്ക് ഈമാനും ഹിക്മത്തും മഅരിഫത്തും നീ നിറച്ചു തരണമേ അല്ലാ. നീയല്ലാതൊരു റബ്ബ് ഞങ്ങൾക്കില്ല, നിന്നോടല്ലാതെ മറ്റൊരാളോടും ഞങ്ങൾക്ക് തേടാനില്ല. ഈ തേട്ടം കബൂലാക്കണേ അല്ലാ. ഉംറക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. പ്രതീക്ഷയോടെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. എൻ്റെ കയ്യിൽ തന്നെ പാസ്പോർട്ട് എന്നിട്ട് അടുത്ത മാസം ഉംറക്ക് പോകുന്നുണ്ട്, കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞവരുണ്ട്, പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചവരുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എല്ലാവരെയും ഖൈറായ നിലയിൽ അള്ളാഹു അവിടെ എത്തിക്കട്ടെ. ആ ഇരു ഹറമിൽ നിന്നും ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ റബ്ബ് പൂർണ്ണമായും സ്വീകരിക്കുന്ന നിലക്ക് ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവേ നീ കബൂലാക്കണേ റബ്ബേ. മനസ്സറിഞ്ഞ് ചൊല്ലി മുഅ്മിനീങ്ങളെ, ഇതൊക്കെ അള്ളാഹുവേ ആഖിറത്തിലേക്ക് സ്വർഗത്തിലേക്കുള്ള ഒരു പാലമാക്കി തരണേ റബ്ബേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم من كل ذنب أذنبته عمدا أو خطأ أو سرا أو علانية أو صغيرا أو كبيرا واتوب إليه من الذنب الذي يعلم ومن الذنب الذي لا أعلم إنك أنت علام الغيوب. أستغفر الله عن جميع ما كره الله قولا وفعلا وعملا وخاطرا وناظرا. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങളിതാ ഈ മുഹറം 10 ആദം നബിക്ക് തൗബ നൽകിയ ദിവസത്തിൽ ഇനി ലോകത്തെ പലർക്കും നീ തൗബ നൽകാമെന്ന് പറഞ്ഞ ദിവസത്തിൽ പ്രതീക്ഷയോടെ ഒരുമിച്ചുകൂടി നോമ്പുകാരായി ഈ സംഘത്തിൽ ചേർന്ന് നിന്നോട് തൗബ ചെയ്യുന്നു അല്ലാ. ഈ തൗബ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും മറവിയായും വെളിച്ചമായും ചെയ്തുപോയ എല്ലാ ചെറുദോഷത്തെ തൊട്ടും എല്ലാ വൻദോഷത്തെ തൊട്ടും പരിശുദ്ധ ഖുർആനിൽ കൽപ്പിച്ച പ്രകാരം ഖാലിസായ തൗബ ചെയ്ത് മടങ്ങുന്നു അല്ലാ. മേലാൽ യാതൊരു ദോഷം കൊള്ളയും മടങ്ങുകയില്ലെന്ന് ഞങ്ങൾ നല്ലവണ്ണം
കരുതി ഉറപ്പിച്ചു അല്ലാ, ഇത് കബൂലാക്കണേ അല്ലാ. ഖാല റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ഞങ്ങൾ അനേകം കുറ്റങ്ങളും ദുർമര്യാദയും ചെയ്ത പാപികളാണ്. ഞങ്ങളുടെ ദോഷത്തിൻ്റെ പെരുപ്പം കൊണ്ടും വണ്ണം കൊണ്ടും ഞങ്ങൾക്ക് നീ കൃപ ചെയ്ത് പുറത്തു തന്നില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിന്റെ കഠിനമായ നരകത്തിൽ വീണ് വെന്തുരുകുന്ന ഗുണം കെട്ട അടിമകളായി പോകുമല്ലാ. നിന്റെ കൃപ കൊണ്ടും ഹബീബായ നബിയുടെ ബറക്കത്ത് കൊണ്ടും ജഹന്നമെന്ന നരകത്തിനെ തൊട്ട് ഞങ്ങൾക്ക് രക്ഷ നൽകണേ അല്ലാ, രക്ഷ നൽകണേ അല്ലാ, രക്ഷ നൽകണേ അല്ലാ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹുവേ, ഞങ്ങളുടെ തൗബ കബൂൽ ചെയ്തതിൽ പിന്നെ അതിനെ വിട്ട് നിന്റെ മത്സരിയായ ശൈത്വാൻ ഇബ്ലീസിൻ്റെ ചെല്ല് കൊള്ളയും ചേൽ കൊള്ളയും ഞങ്ങളുടെ കൽബിനെ തട്ടിത്തിരിച്ചു കളയാതെ നിന്റെ റഹ്മത്തിനെ ഞങ്ങൾക്ക് ഔദാര്യമായി വർദ്ധിപ്പിച്ചു തരണമേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അലൈനാ നഹിയാ വഅലൈഹാ നമൂതു വഅലൈഹാ നുബ്അസു ഇൻഷാ അല്ലാഹ്. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളെ ഈമാനോടുകൂടെ ജീവിപ്പിച്ച് ഈമാനോടുകൂടെ തന്നെ മരിപ്പിച്ച് ഈമാനോടെ ഖബറിൽ അകം കടത്തി രണ്ടാമത് ഹയാത്തിട്ട് മഹ്ശറയെ കൊള്ള യാത്രയാക്കി ഞങ്ങളുടെ നന്മ തിന്മകളെ എഴുതപ്പെട്ട കിതാബുകൾ ഞങ്ങളുടെ വലം കൈയിൽ തന്നെ തരീപ്പിച്ച് നിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടി ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ അകം കടത്തി നിന്റെ ഹബീബായ നബി തങ്ങളുടെ തൃക്കല്യാണത്തെയും നിന്റെ ലിഖാഇനെയും ഞങ്ങളുടെ രണ്ട് കണ്ണുകൊണ്ട് കാണുവാനും അതിൽ കൂടുവാനും ഏറ്റമേറ്റം ഉദവി നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ, ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസും ഈ തൗബയും സ്വീകരിക്കണേ അല്ലാ. ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് വബിഹഖി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ.
ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹു കബൂലാക്കട്ടെ. മുഅ്മിനെ, മജ്ലിസിന്റെ പ്രതീക്ഷയേറുകയാണ്. എന്തേ കാര്യമെന്നല്ലേ? കോടിക്കണക്കിന് തവണയാണ് ഈ ഒരുമിച്ച് കൂടിയ നിങ്ങളും ഓൺലൈനായതിൽ പങ്കെടുത്ത 10,000ങ്ങളും ചേർന്ന് ചൊല്ലിത്തീർത്തത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അതിൻ്റെ ഫضل എത്രയാണ് റബ്ബേ, അതിൻ്റെ മഹത്വം എത്രയാണ് റബ്ബേ, അത് ചൊല്ലിയാലുള്ള നേട്ടം എത്രയാണ് റബ്ബേ. മുറാദുകൾ വെച്ച് ചൊല്ലിയവരാണ്. ഖായിബാക്കല്ല അല്ലാ, നിരാശരാക്കല്ല അല്ലാ. ആ ദിക്റിന്റെ തസ്ബീഹിന്റെ ബറക്കത്ത് കൊണ്ട് എന്ത് ഉദ്ദേശം വെച്ചാണോ ഓരോരുത്തരും ചൊല്ലിയത്, യാ അല്ലാ, യാ റബ്ബ ജിബ്രീൽ, യാ റബ്ബ മീകായിൽ, വയാ റബ്ബ ഇസ്റാഫീൽ, വയാ റബ്ബ അസ്റായീൽ, വയാ റബ്ബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ കബൂലാക്കി മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. വിഷമങ്ങൾ തീർക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. എല്ല് തേയ്മാനം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. കണ്ണിന് തകരാറുള്ളവരുണ്ട് അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. കാതിന് തകരാറുള്ളവരുണ്ട് അല്ലാ, ഈ തസ്ബീഹിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫാ നൽകണേ അല്ലാ. നാഡിനരമ്പുകളിൽ ബ്ലോക്ക് ഉള്ളവരുണ്ട് അല്ലാ, ഈ തസ്ബീഹിന്റെ ബറക്കത്ത് കൊണ്ട് നീക്കണേ അല്ലാ. വയറിന് അസ്വസ്ഥതയാ, ഭക്ഷണം കഴിച്ചാൽ ഇടങ്ങാറാ, വയറിനൊരു കനമാണ്, ദഹന പ്രക്രിയ നടക്കുന്നില്ല, മൂത്രസംബന്ധമായ അസുഖങ്ങളാണ്, പലവിധ രോഗങ്ങളാണ്. എൻ്റെ പേരക്കുട്ടിക്ക് ജന്മനാ മലദ്വാരമില്ലായിരുന്നു, 4 ഓപ്പറേഷൻ കഴിഞ്ഞു. ഇപ്പൊ വല്ലാത്തൊരവസ്ഥയാണ്. അതിൻ്റെ പ്രതിസന്ധികൾ പറഞ്ഞറിയിക്കാൻ വയ്യാതെ ഇന്നിവിടെ വന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. യാ അല്ലാ, നീ സലാമത്ത് നൽകണമേ അല്ലാ. അല്ലാഹു കബൂലാക്കട്ടെ. മുഅ്മിൻ ഈ ദിവസത്തിലൊക്കെ ഒരിറ്റ് കണ്ണുനീര് അല്ലാ എന്ന ചിന്തയിൽ നമ്മളെ കണ്ണിൽ നിന്ന് പുറപ്പെട്ടാൽ രക്ഷപ്പെട്ടു. മംബകാമിൻ ഖശിയത്തില്ലാ ഹറമഹുല്ലാഹു അലന്നാർ. നരകം പടച്ച ദിവസമാണ് മുഹറം 10. ഈ ദിവസത്തിൽ എൻ്റെ മുഅ്മിനീങ്ങളോട് ഇലാഹായ റബ്ബിനെ സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മംബകാമിൻ ഖശിയത്തില്ലാ, അല്ലാ എന്ന ചിന്തയിൽ, അല്ലാ എന്ന പേടിയിൽ, നാളെ വിചാരണ കഴിഞ്ഞ് എൻ്റെ റബ്ബന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമായിരിക്കും എടുക്കുക എന്ന ആദിയിൽ, വേദനയിൽ, ചിന്തയിൽ ഒരാളുടെ കണ്ണൊന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ ഹറമഹുല്ലാഹു അലന്നാർ. അവൻ്റെ തടിയെ അതോടുകൂടെ അള്ളാഹു നരകത്തിന് ഹറാമാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ പറ, ആയുസ്സിൽ ഒരിക്കലെങ്കിലും അള്ളാ എന്ന ചിന്തയിൽ ഒന്ന് കണ്ണ് നിറക്കാൻ തൗഫീഖ് കിട്ടിയ എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും? അള്ളാ എന്ന ചിന്തയിൽ മക്കളെ കാര്യം പറഞ്ഞിട്ട് ഇന്ന് പലരും ഇവിടുന്ന് കരഞ്ഞിട്ടുണ്ട്. ചിലർ കരയുമ്പോൾ അടുത്ത ആളുകൾ ഉണ്ടോയെന്ന് പോലും ശ്രദ്ധിക്കൂല. അവരുടെ വേദന കൊണ്ട് അവർ പൊട്ടി കരയും. രാവിലെ 7 മണിക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ആകെ ഒരു മോനേ ഉള്ളൂ, അവനേതോ ഒരു ക്രിസ്ത്യൻ പെണ്ണുമായിട്ട് വലിയ പ്രേമത്തിലാണ്. പൊന്നാരുസ്താദെ, അത് കേട്ടിട്ട് അന്നലും ഞാനൊന്നും ഉറങ്ങിയിട്ടില്ല. ഓനല്ലത് പറഞ്ഞത്, എൻ്റെ കൂട്ടുകാരനെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ആ നിലയിൽ സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറയുമ്പോൾ കണ്ണ് നിറയും. ഗൾഫിൽ പോയിട്ട് 6 മാസമായി മോന്, ഇപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, എന്താ വിവരം എന്നറിയില്ല. അമ്മ ഞാൻ വലിയ വിഷമത്തിലാന്നൊക്കെ മുമ്പ് പറഞ്ഞിരുന്നു. ഇത് പറയുമ്പോഴത്തേക്ക് കണ്ണ് നിറയും. മോനോട് അങ്ങനെ പറഞ്ഞു, മോളിനോട് ഇങ്ങനെ പറഞ്ഞു, മരിയോണിനോട് അങ്ങനെ കാണിച്ചു, അമ്മായിമ്മനോട് ഇങ്ങനെ കാണിച്ചു. ഇത് പറയുമ്പോഴത്തേക്ക് കണ്ണ് നിറയുന്നവരുണ്ട്. ഒക്കെ വിഷയം ദുനിയാവാ.
എൻ്റെ ചോദ്യം ദുനിയാവിൻ്റെ കാര്യത്തിലല്ല. ദുനിയാവിൻ്റെ കാര്യത്തിൽ എത്ര തവണ നിങ്ങൾ കരഞ്ഞിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു കുട്ടിക്കും കൃത്യമായി അതിന് മറുപടി പറയാൻ കഴിയൂല. കുട്ടിക്കാലം മുതൽ എത്രയോ തവണ ദുനിയാവിന് വേണ്ടി കണ്ണ് നിറച്ചവരെ, ഒരു ചോദ്യം, അല്ലാഹ് എന്ന ചിന്തയിൽ ആയുസ്സിൽ ഒരിക്കലെങ്കിലും കണ്ണ് നിറക്കാൻ തൗഫീക്ക് കിട്ടിയ എത്ര ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ടാവും? ഒരു കാര്യം ഉറപ്പിച്ചോളൂ, അല്ലാഹ് എന്ന ചിന്തയിൽ ഒരാളെ കണ്ണൊന്ന് നിറഞ്ഞാൽ പശുവിൻ്റെ അകട്ടിൽ നിന്ന് കറന്നെടുത്ത പാൽ സ്വമേധയാ പശുവിൻ്റെ അകട്ടിലേക്ക് തിരിച്ചു പോയാലും അല്ലാഹ് എന്ന ചിന്തയിൽ കണ്ണ് നിറഞ്ഞവർ നരകത്തിലേക്ക് പോകേണ്ടി വരില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. അഥവാ അങ്ങനെയുള്ളവർക്ക് അള്ളാഹു അതിന് തൗഫീക്ക് കൊടുക്കുള്ളൂ. അള്ളാഹു ആ തൗഫീക്ക് നമുക്ക് തരട്ടെ. ലാ യലിജുന്നാറ മൻ ബകാ മിൻ ഖശിയത്തില്ലാ ഹത്താ യഊദൽ ലബനു ഫിൽ റഗി. പാൽ സ്വമേധയാ പശുവിൻ്റെ അകുട്ടിലേക്ക് അങ്ങ് തിരിച്ചു പോയാലും അല്ലാഹ് എന്ന ചിന്തയിൽ കണ്ണ് നിറഞ്ഞവർ നരകത്തിലേക്ക് പോകേണ്ടി വരില്ല. ഖാല റസൂലുള്ളാഹി. ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് ഈ കണ്ണീരിൻ്റെ ഫളില് കേൾക്കണോ? ഒരു സദസ്സിൽ ഹൈറായ ലക്ഷ്യത്തോടെ മുഅ്മിനീങ്ങൾ ഒരുമിച്ചുകൂടി. ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ അല്ലാഹ് എന്ന ചിന്തയിലൊന്ന് കണ്ണ് നിറച്ചാൽ ആ കണ്ണുനീരിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവിടെ കൂടിയവർക്കൊക്കെയും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ശ്രമിക്കണം, കരയാൻ ശ്രമിക്കണം. ഫഇല്ലം തബ്കു ഫതബാക്കു. കരച്ചിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ കരച്ചിൽ അഭിനയിക്കും റസൂലുള്ള പറയാ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ. കരച്ചിൽ അഭിനയിക്കാൻ പാടുണ്ടോ? ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ ഷറഹ് മുസ്ലിമിൽ ഇമാം നവവി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെന്നറിയോ? കരച്ചിൽ അഭിനയിക്കുന്നത് എന്തിനാ? മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഇമാം നവവി തങ്ങൾ പറയാൻ, റസൂലുള്ള പറഞ്ഞതല്ലേ, ഒരാൾ ഒരു വിഭാഗത്തോട് സാദൃശ്യമായാൽ അവൻ അവരിൽ പെടുന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ശരിക്കും അള്ളാഹിനെ പേടിച്ചിട്ട് കരച്ചിൽ വരുന്നില്ലെങ്കിൽ ആ കരയുന്നവരോടാണ്ട് സാദൃശ്യമായാൽ ആ കൂട്ടത്തിൽപ്പെട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്കെത്താം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് മുഹറം 10 ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ദിക്റുകൾ ചൊല്ലാൻ പോവാൻ. അംബിയാഇൻ്റെ പ്രതിസന്ധികൾ അള്ളാഹു പരിഹരിച്ചു കൊടുത്ത ദിവസമാണ്. എന്തെല്ലാം പ്രതിസന്ധികൾ, അതൊക്കെ പല ക്ലാസ്സുകളിൽ കഴിഞ്ഞ ആഴ്ച മുമ്പത്തെ ആഴ്ചയൊക്കെ നമ്മൾ വിശദീകരിച്ചതുകൊണ്ട് ഇനിയും അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കണില്ല. പക്ഷെ ഒരു കാര്യം ചിന്തിക്കണം, എന്തിനാണ് അള്ളാഹു അമ്പിയാക്കൾ അങ്ങനെ പരീക്ഷിച്ചത്? എന്തിനായിരുന്നു ഈ പരീക്ഷണം? അതവരോട് വെറുപ്പുണ്ടായിട്ടല്ല. പരീക്ഷണം കൊണ്ട് മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന ചില ദർജകളുണ്ട്. ശ്രദ്ധിക്കണേ, അത് ഇബാദത്ത് കൊണ്ട് കിട്ടൂല, അത് പരീക്ഷണം കൊണ്ടേ കിട്ടുള്ളൂ. ആ ദർജയിലെത്തിക്കാനാണ് ചില പരീക്ഷണങ്ങൾ. സ്ഥിരമായിട്ട് ക്ലാസ്സിന് വന്നിട്ടും ചില രോഗങ്ങളും ചില വിഷമങ്ങളും വേട്ടയാടുന്നവരില്ലേ, നിങ്ങൾ ചിന്തിക്കണം, ഇബാദത്ത് കൊണ്ടും ദുആ കൊണ്ടും മാത്രം നേടിയെടുക്കാൻ കഴിയാത്ത ചില ദർജകളുണ്ട്. ലാ യബ്ലുഗുഹാ ഇല്ലാ ബിൽ ബലാ. അത് പരീക്ഷണം കൊണ്ടേ കിട്ടുള്ളൂ ട്ടോ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അമ്പിയാക്കൾ യഫ്റഹൂന ബിൽ ബലാഇ കമാ യഫ്റഹൂന ബിർ റഖാ. നല്ല റാഹത്ത് കൊണ്ട് പരീക്ഷിക്കുമ്പോഴുള്ള ആ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അതേ അവസ്ഥയായിരിക്കും അമ്പിയാക്കൾക്ക് ബലാ കൊണ്ട് പരീക്ഷിക്കുമ്പോഴും. അതുകൊണ്ട് പരീക്ഷണത്തിലൊന്നും നമ്മൾ പതറിപ്പോകരുത്. അള്ളാഹു നല്ല ഈമാൻ നമുക്ക് തരട്ടെ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു നമുക്ക് ഖൈർ നൽകട്ടെ.